അപ്പോൾ ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂർ നിങ്ങൾ പോയാൽ നിങ്ങൾക്കറിയാം എത്രയോ വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ്, യൂണിവേഴ്സിറ്റിയാണത്. അതുപോലെ നിരന്തരമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിലെമ്പാടുമുണ്ട്, എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. അപ്പോൾ ആ ഭൂമിയിലും ആ ജംഗമ വസ്തുക്കളിലുമാണ് ഇവരുടെ കണ്ണ്. അത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢശ്രമമാണ്. സർക്കാരുകൾക്ക് ഇവരെ വരുതിയിൽ വരുത്താൻ വേണ്ടിയിട്ടാണ്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. നന്ദി മോദി എന്ന് പറയുന്ന ഒരു പരിപാടി അവർ നടത്തി. ആ നന്ദി മോദിയിൽ വന്നിട്ട് കിരൺ റിജ്ജു ന്യൂനപക്ഷ മന്ത്രി പറഞ്ഞത് 14-15 ദിവസം കൊണ്ട് ഞങ്ങൾ ഇതിന്റെ ചട്ടങ്ങൾ ഉണ്ടാക്കും, റൂൾസ് ഉണ്ടാക്കും, അതിനുശേഷം എല്ലാം കഴിയും എന്നാണ്. പാസ്സാക്കി റൂൾസ് ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ടും ഏത് പ്രൊവിഷനിലാണ് ഭൂമി കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അവരിപ്പോഴും കോടതി വരാന്തകൾ കയറി ഇറങ്ങുകയാണ്. FCRA ഭേദഗതി വലിയ വിവാദത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഇന്നിപ്പോൾ ലോക്സഭയിലേക്ക് ആ ബില്ല് എത്തുകയാണ്. ഇതിനോട് തന്നെ ക്രൈസ്തവ സംഘടനകൾ വലിയ വിമർശനം ഇതിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികളും വലിയ വിമർശനമാണുള്ളത്. നമുക്കിപ്പോൾ അത് ഹൈബീഡൻ MP ആണ്. എങ്ങനെയായിരിക്കും ഇന്നിപ്പോൾ സഭയിലൊരു നീക്കുപോക്ക്, പ്രതിഷേധമൊക്കെ? അല്ല, ഈ ബില്ല് വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി BJP അനുകൂല സംഘടനകളും സർക്കാരുകളും തയ്യാറായിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഭാരത രത്ന നേടിയ മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. 2021 ഞാൻ അമിത്ഷായ്ക്ക് നൽകിയൊരു കത്താണ് FCRA ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ നിരാലംബരായിട്ടുള്ള കുഷ്ഠരോഗികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ അമ്മയ്ക്ക് വേണ്ടി ആ സംഘടന നിലകൊള്ളുമ്പോൾ അവർക്ക് ഒരുപാട് വിദേശ നാണ്യം വരുന്ന FCRA നിയമത്തിൽ പെടുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. 2014 ഇവർ നടത്തിയ നിയമ ഭേദഗതിയോടുകൂടി തന്നെ ഗ്രീൻ പീസ് പോലുള്ള, അമിനിസ്റ്റി പോലുള്ള, ലോയേഴ്സ് നെറ്റ്വർക്ക് പോലുള്ള ഒരുപാട് സംഘടനകൾ ഓൾറെഡി അവരുടെ പ്രവർത്തനങ്ങൾ ഓപ്പറേഷൻസ് ഇന്ത്യയിൽ അവസാനിപ്പിച്ചു. ഇത് വളരെ ഡ്രക്കൂണിയൻ ആയിട്ടുള്ള ഒരു ലോയാണ്. ഇത് വരുന്നതോടുകൂടി ഞാൻ പറയുന്നത് ഈ സ്ഥാപനങ്ങളൊന്നും മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതല്ല. എല്ലാ മതവിഭാഗക്കാരും ഓർഫണേജുകളിലും ഓൾഡ് ഏജ് ഹോമുകളിലും ഡെസ്റ്റിറ്റ്യൂട്ട് ഹോമുകളിലും ഒക്കെ ജീവിക്കുന്നുണ്ട്. അവരുടെ എല്ലാം വയറ്റത്തടിക്കുന്ന ആ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാൻ ഇന്ത്യയിൽ നിങ്ങൾ നക്സൽ ബാധിത ട്രൈബൽ മേഖലകളിലെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് ഈ ചാരിറ്റീസാണ്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്, ഈ മിഷണറീസാണ്. ആ കണ്ണായ ഭൂമി കയ്യേറ്റം ചെയ്യുക, ഏറ്റെടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം, ഗൂഢലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട്. പിന്നെ ഈ റിന്യൂവൽ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് തീരുമാനിക്കാം, എന്തെങ്കിലും സാങ്കേതിക പിഴവുകൾ പറഞ്ഞ് ഇതിന്റെ റിന്യൂവൽ കൊടുക്കാതിരിക്കാം. അങ്ങനെ ഇവരെ വരുതിയിൽ വരുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം. കേരള മോഡൽ എന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും എല്ലാം തുടങ്ങിയത് ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ്സിന് മുമ്പാണ്, സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപാണ്. ആ സ്ഥാപനങ്ങളെല്ലാം തുടങ്ങിയത് ഒരുപാട് വിദേശ ഫണ്ടുകളുടെ സഹായത്തോടു കൂടിയാണ്. അതിനെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ക്രൈസ്തവ വിരുദ്ധമായി മാത്രം കാണേണ്ട സാധനമാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് NGOs, ഗ്രീൻ പീസ്, അമിനിസ്റ്റി, ലോയേഴ്സ് നെറ്റ്വർക്ക്, ഇവരെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം എനിക്ക് 15 ലക്ഷം വോട്ടർമാരുണ്ട്. ആ 15 ലക്ഷം വോട്ടർമാരിലേക്ക് എനിക്ക് എല്ലാ ദിവസവും ഇറങ്ങിച്ചെല്ലാൻ പറ്റില്ല. ഞാൻ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കോർപ്പറേഷൻ കൗൺസിലർ പോലും ശ്രദ്ധിക്കാത്ത പല സ്ഥലങ്ങളിൽ എന്തോരം സഹായങ്ങളാണ് എത്ര NGOs ചെയ്തു കൊടുക്കുന്നത്. അവർക്ക് ഭക്ഷണത്തിനും കിടപ്പാടത്തിനും കുടിവെള്ളത്തിനും എല്ലാം വേണ്ടി നടത്തുന്ന, പെൺകുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്രയോ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. ആ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടുക, ആ സ്ഥാപനങ്ങളെല്ലാം തകർക്കുക എന്ന വളരെ കൃത്യമായ ലക്ഷ്യമാണ്. വഖഫ് ഭേദഗതി ബില്ല് വന്നപ്പോൾ ഇത് മുസ്ലിം റൈറ്റ്സിന് കേർട്ടയിൽ ചെയ്യാനാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. മൈനോറിറ്റി റൈറ്റ്സ് മേലുള്ള കടന്നുകയറ്റമാണ്. അന്ന് ഇതൊരു ക്രൈസ്തവ ഇസ്ലാം വിശ്വാസികളുടെ പ്രശ്നമാണ്, മുനമ്പമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ഉന്നയിച്ച ആളുകൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, ആ നിയമം വന്നു, ആ നന്ദി മോദി എന്ന് പറയുന്ന ഒരു പരിപാടി അവർ നടത്തി. ആ നന്ദി മോദിയിൽ വന്നിട്ട് കിരൺ റിജ്ജു ന്യൂനപക്ഷ മന്ത്രി പറഞ്ഞത് 14-15 ദിവസം കൊണ്ട് ഞങ്ങൾ ഇതിന്റെ ചട്ടങ്ങൾ ഉണ്ടാക്കും, റൂൾസ് ഉണ്ടാക്കും, അതിനുശേഷം എല്ലാം കഴിയും എന്നാണ്. പാസ്സാക്കി റൂൾസ് ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ടും ഏത് പ്രൊവിഷനിലാണ് ഭൂമി കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അവരിപ്പോഴും കോടതി വരാന്തകൾ കയറി ഇറങ്ങുകയാണ്. വളരെ ദൗർഭാഗ്യകരമാണ് ഈ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, പാർലമെന്റിൽ ചർച്ച് ബില്ല് കൊണ്ടുവരും, സ്വത്തുവകകൾ കണ്ടുകെട്ടാനും അത് ട്രാൻസ്പെറന്റ് ആക്കാനുമാണ് എന്നുള്ള പേരിൽ ചർച്ച് ബില്ല് വരും. ചർച്ച് ബില്ലിന് സമാനമായ ഒന്നാണ് ഈ FCRAയുടെ നിയന്ത്രണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിയമം വരുന്നതിന് മുമ്പ് തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാർലമെന്റ് ബ്രാഞ്ചിലൂടെ ആണ് ഇതിന്റെ ഓപ്പറേഷൻസ് എല്ലാം നടത്തേണ്ടതെന്ന് ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സർക്കുലർ കൊടുത്തു. അതുവഴി
ഇപ്പോൾ അവർ ആ ബ്രാഞ്ച് വഴിയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടാതെയാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ബില്ല് വരുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞത്. അല്ലെ, ആരുമായിട്ടാണ് കൂടിയാലോചന നടത്തിയിട്ടുള്ളത്? ഞാൻ ശ്രീ കെ സി വേണുഗോപാലുമായിട്ട് സംസാരിച്ചു. കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരുമായിട്ട് ഇതുമായി ചർച്ച ചെയ്തിട്ടില്ല. ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൂടിയിട്ടില്ല. യാതൊരുവിധ നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല എന്നുള്ളതല്ല. ഞങ്ങൾ ഇതിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. ഇത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് ചായ കൊടുത്ത് സന്തോഷിപ്പിച്ച് വിടുക എന്നുള്ളതല്ലല്ലോ. അവരെ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരും ശക്തമായത് ഉന്നയിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ക്രൈസ്തവ സഭകളുടെ പ്രശ്നം മാത്രമല്ല. എന്നാൽ ഈ വിഷയത്തിൽ എല്ലാ സഭകളും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ റീറ്റ്സ് അവരെല്ലാവരും ഒരുമിച്ച് ഈ വിഷയത്തിൽ ശക്തമായ അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. നിത്യാന്തരായി കഴിഞ്ഞ ദിവസം ഈ മതപരിവർത്തനം തടയാൻ വേണ്ടിയാണെങ്കിൽ നീക്കം എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാസ്റ്റർമാർ, പ്രത്യേകിച്ച് മാലി പാസ്റ്റർമാർ അടക്കം അറസ്റ്റായ സാഹചര്യമുണ്ട്. സ്വാഭാവികമായും അതിന്റെ ഒരു ലക്ഷ്യം BJP ഭരിക്കുന്ന എല്ലാ സ്റ്റേറ്റുകളിലും അവർ ആന്റി കൺവേർഷൻ ലോ കൊണ്ടുവന്നിരിക്കുകയാണ്. കർണാടകയിൽ കൊണ്ടുവന്നു. സിദ്ധരാമയ്യ സർക്കാർ കയറിയ ആദ്യത്തെ ആഴ്ച അതെടുത്ത് അറബിക്കടലിലേക്കാണ് കളഞ്ഞത്. ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ പ്രാദേശികമായ നിയമനിർമ്മാണങ്ങൾ കൊണ്ട് തടസ്സപ്പെടുത്താനും അതുവഴി ഇതുപോലുള്ള സംഘപരിവാർ ശക്തികൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാണിത്. ഞാൻ പറഞ്ഞല്ലോ, എത്രയോ ട്രൈബൽ മേഖലയിൽ, നക്സൽ മേഖലയിലെല്ലാം വിദ്യാഭ്യാസത്തിന്റെ വലിയ സഹായം ചെയ്യുന്ന ഇത്തരം സംഘടനകൾ, അവർക്ക് ഒരുപാട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂർ നിങ്ങൾ പോയാൽ നിങ്ങൾക്കറിയാം, എത്രയോ വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ്, യൂണിവേഴ്സിറ്റിയാണത്. അതുപോലെ നിരന്തരമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിലെമ്പാടുമുണ്ട്, എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. അപ്പോൾ ആ ഭൂമിയിലും ആ ജംഗമ വസ്തുക്കളിലുമാണ് ഇവരുടെ കണ്ണ്. അത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢശ്രമമാണ്. സർക്കാരുകൾക്ക് ഇവരെ വരുതിയിൽ വരുത്താൻ വേണ്ടിയിട്ടാണ്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്? ഞങ്ങൾ പാർലമെന്റിന്റെ പുറത്ത് അതിശക്തമായ പ്രതിഷേധം ഉന്നയിക്കും. പാർലമെന്റിന്റെ അകത്തും ഈ വിഷയം ഉന്നയിച്ച് ഞങ്ങൾ സംസാരിക്കാൻ അവസരം കിട്ടിയാൽ സംസാരിക്കാൻ അവസരം ലഭിക്കും. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇത് വിഡ്രോ ചെയ്യണം എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ ബില്ല് വരുന്നത്. പ്രത്യേകിച്ച് കേരളം അടക്കം BJP വളരെ പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനം. അപ്പോൾ ഇത് ബില്ല് വന്നിട്ട് പുള്ളിപ്പുലിയുടെ പുള്ളി മാറില്ല എന്ന് പറഞ്ഞ പോലെ BJP അവരുടെ അടിസ്ഥാനപരമായ ഐഡിയോളജി ഒന്നും മാറാൻ പോകുന്നില്ല. അതൊരു ഹിന്ദുത്വ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. അതിൽ മറ്റു മൈനോറിറ്റീസ് ഇല്ല. ഇത് മുസ്ലിം പ്രശ്നമാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞു ഇത് അവരുടെ പ്രശ്നമാണ്. ഇത് മുസ്ലിം പ്രശ്നമോ ക്രിസ്ത്യൻ പ്രശ്നമോ അല്ല. എല്ലാ ഇന്ത്യയിലെ മൈനോറിറ്റീസിനെയും ഓരോ ഘട്ടം ഘട്ടമായി നിയന്ത്രിക്കാനും വേട്ടയാടാനും BJP, സംഘപരിവാർ, RSS ശക്തികൾ മുന്നോട്ട് വരും. അതിനെതിരെ എല്ലാ മൈനോറിറ്റീസും ഒരുമിച്ച് നിന്ന് ഈ പോരാട്ടം നടത്തണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഹൈബീഡൻ MP ആണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇന്നിപ്പോൾ ലോക്സഭയിൽ എന്താണെങ്കിലും ബില്ല് വരുമോ എന്ന കാര്യത്തിൽ വ്യക്തിയില്ല. പക്ഷേ അപ്പോഴും വലിയ പ്രതിഷേധം ഇതിൽ ഉയർത്തും എന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. രാവിലെ മകർ കവാടത്തിലടക്കം വലിയ പ്രതിഷേധം ഇതോടെ തന്നെ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കണ്ണൻ പ്രശ്നൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.